ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ ഞാൻ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ് ആയിട്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ തായ് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്തു അതൊന്ന് ട്രൈ ചെയ്യാം. അത് മാത്രമല്ല, നാളെ സ്കൂളിലത്തേക്ക് കൊണ്ടുപോകാനും എന്തെങ്കിലും വേണം. ഞാൻ വീക്ക്ലി എന്തെങ്കിലുമൊക്കെ പ്രെപ്പൊക്കെ ചെയ്ത് വെക്കും ആ വീക്കിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് വീക്കിലത്തേക്ക് ഒരുപാട് പ്രെപ്പ് വേണ്ട. മോന് സ്കൂൾ അടയ്ക്കുക, 2 ദിവസത്തേക്കുള്ള ഫുഡ് മതി. അപ്പോൾ നാളത്തേക്കുള്ള ഫ്രൈഡ് റൈസും ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ ഈ ബ്രെഡ് മുറിക്കുന്നത് കാണിച്ചുകൊണ്ട് എന്തിനാണ് ഈ ഫ്രൈഡ് റൈസ് പറയുന്നത്? ചുമ്മാ ഒരു വെറൈറ്റിക്ക്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ചിക്കൻ ഒരു 100 grams കുറവ് ചിക്കൻ ബ്രെസ്റ്റ് അരിഞ്ഞ് വെച്ചത്, ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ടോഫു ആണ്. അത് വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട്. ടോഫു എൻ്റെ ഹസ്ബൻഡ് വെജിറ്റേറിയനാണ് തൽക്കാലം. അപ്പം ടോഫു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, അതും ഒരു വലിയ ബ്ലോക്ക് ഓഫ് ടോഫുവിൻ്റെ ഒരു 1/4. പിന്നെ കുറച്ച് സ്പ്രിങ് അനിയൻ, ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചത്, പിന്നെ ക്യാബേജ്, ഒരു ചെറിയ ക്യാബേജിൻ്റെ 1/4 കുറവ്, പിന്നെ തക്കാളി, ഹാഫ് തക്കാളി, മീൻസ് ഒരു ചെറിയ തക്കാളിയുടെ ഹാഫ് തക്കാളി ആക്ച്വലി, അത്രയേ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെയാണ് വെജിറ്റബിൾസായിട്ട് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. ഇനി സോസിന് വേണ്ടിയിട്ട് ഇതിൽ മെയിനായിട്ട് വേണ്ടത് സോയാ സോസാണ്. സോയാ സോസ് നോർമൽ സോയാ സോസാണ്, നിങ്ങളത് യൂസ് ചെയ്താൽ മതി. ഞാൻ ഡാർക്കും ലൈറ്റും യൂസ് ചെയ്യുന്നുണ്ട്. നോർമലാണെങ്കിൽ ഞാൻ പറയുന്നത് ആ കമ്പൈൻഡ് ആയിട്ടുള്ള അളവെടുത്താൽ മതി. പിന്നുള്ളത് ഫിഷ് സോസ് ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവരും. തായ് ഫുഡിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റാണ്. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും താല്പര്യം യൂസ് ചെയ്യേണ്ട, പക്ഷേ വണ്ടർഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ്. ചിക്കൻ വേഗം മാരിനേറ്റ് ചെയ്യാം. ഒരു 1/2 tablespoon ലൈറ്റ് സോയാ സോസും അതിലും കുറവ് ഡാർക്ക് സോയാ സോസും കൂടെയാണ് ഞാനിട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു 3-4 tablespoon നോർമൽ സോയാ സോസ് എടുത്താൽ മതി. ഒരു 1/2 tablespoon ഫിഷ് സോസും എടുത്തിട്ട് നന്നായിട്ട് ചിക്കൻ മിക്സ് ചെയ്ത് വെക്കുക. അതിലോട്ട് ഇനി കുറച്ച് നമുക്ക് പെപ്പർ ആഡ് ചെയ്യാം. ഒരിച്ചിരി പെപ്പർ ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ചൊരു പിഞ്ച് പെപ്പർ, അത്രയേ ഉള്ളൂ. അത് മിക്സ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ സെയിം അതിലും കുറച്ചൊരളവ് കുറച്ചിട്ട് ടോഫുൽ ആഡ് ചെയ്യാം. അതായത് എല്ലാം കൂടി ഒരു 1/2 tablespoon സോയാ സോസ് മതിയാവും. അതിൻ്റെ ഒരു 1/2 മിക്സ് രണ്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അത് അവിടെ വയ്ക്കാം. അയ്യോ, പെപ്പർ ആഡ് ചെയ്യാൻ മറന്നുപോയി. പെപ്പറും കൂടെ കുറച്ച് സിമിലർലി ഇച്ചിരി ഇട്ട് അത് മിക്സ് ചെയ്ത് വെക്കുക. അതോടെ മാരിനേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇനി ഷടപടേന്ന് കാര്യങ്ങൾ നടക്കും. ഗ്യാസ് ഓൺ ചെയ്ത് വോക്ക് എടുത്ത് വെച്ചു. നോർമൽ ചീനച്ചട്ടി മതി. അതിലോട്ട് ആ പാത്രം ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവണം, നല്ല ചൂടാവണം. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഏത് എണ്ണ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് ഫ്ലേവർലെസ് ഓയിലാണ് ബെസ്റ്റ്. ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. നിങ്ങളിത് കാണുമ്പോൾ ഓർക്കും ഉപ്പിട്ടിട്ടില്ലല്ലോ എന്ന്. ഞാൻ ഉപ്പ് മനഃപൂർവ്വം ഇടാഞ്ഞതാണ്. സോയാ സോസിലൊക്കെ നിറയെ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിഷ് സോസ് ആണെങ്കിലും എല്ലാത്തിലും ഉപ്പ് കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാത്തത്. എനിക്ക് വളരെ പാകമായിട്ടാണ് തോന്നിയത് ഉപ്പ് ലാസ്റ്റ് കഴിച്ചപ്പോൾ. അല്ലാതെ നിങ്ങൾക്ക് ഉപ്പ് പുറകോട്ടാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്താൽ മതി അറ്റ് ദി എൻഡ്. അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റായി. അതിനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചിക്കനെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതേ പാത്രത്തിൽ തന്നെ നമുക്കൊരു മുട്ടയും കൂടെ പൊരിക്കാം. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഒരു മുട്ടയൊക്കെ വേണം. എൻ്റെ അമ്മയ്ക്കൊന്നും മുട്ട ഇഷ്ടമല്ല, അതുകൊണ്ട് അവരൊന്നും ഇടാറില്ല. പക്ഷേ എനിക്ക് ഫ്രൈഡ് റൈസിൽ മുട്ടയില്ലാതെ എന്ത് സന്തോഷം. അപ്പോൾ നമ്മൾ മുട്ട പെട്ടെന്നൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. മുട്ട അടിക്ക് പിടിച്ചു ഗൈസ്. പിന്നെ ഞാൻ എന്തൊക്കെയോ സർക്കസ് കാണിച്ച് മുട്ടയൊക്കെ സെറ്റാക്കി എടുത്തു. അപ്പോൾ മുട്ട പൊരിച്ചതും കൂടെ പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഗൈസ്, ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നുപോയി. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ചില്ലിയും പച്ചമുളകും കൂടെ നന്നായി ചതച്ച് വെച്ചേക്കണം. എന്നിട്ട് പാത്രം ചൂടാക്കാൻ വെക്കണം. ഇത് ഞാൻ പാത്രം കഴുകി, അത് വേറൊന്നും കൊണ്ടല്ല, ചിക്കനും മുട്ടയും ചെയ്തുകൊണ്ട് വെജിറ്റേറിയനും കൂടെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ കഴുകിയത്. അപ്പം ചിക്കനും മുട്ടയൊന്നും ഇപ്പോൾ ഇതിലിടില്ല. അപ്പോൾ അത് കഴുകിയെടുത്ത്. നിങ്ങളിത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ചിക്കനോ ഉണ്ടാക്കുന്നതെങ്കിൽ. ഇപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് രണ്ടാമത് ചൂടാക്കുമ്പോൾ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് നന്നായിട്ടിത് ചൂടാവണം. ഇനി ഇത് ചൂടായി കഴിഞ്ഞാൽ എല്ലാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരിക്കണം. ഭയങ്കര സ്പീഡിലാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കുക്ക് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ചൂടാവണം. അത് പുക വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിലോട്ട് ഞാൻ സവാള അരിഞ്ഞത് ഇട്ടു. അത് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അതിങ്ങനെ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. അതിലോട്ട് ക്യാബേജ് ഇട്ടു, തക്കാളി ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി നല്ലതായിട്ടൊന്ന് ചൂടാവണം. നല്ല ചൂടിലാണ് ഇത് ചെയ്യുന്നത്. ഹൈയിലിട്ട് നല്ല പടപടേന്ന് കാര്യങ്ങൾ നടക്കണം.
ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബാസ്മതി അരി ഓൾറെഡി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് അങ്ങനെ വെച്ചിരുന്ന ഇത് ഞാൻ തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചതാണ് ഇന്ന് എടുക്കുന്നത്. അതാകുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും, നല്ല സൂപ്പറായിട്ട് ഫ്രൈഡ് റൈസ് വരും. മറ്റേത് ഈ ചൂടോടെയൊക്കെ എടുക്കുമ്പോൾ കുഴഞ്ഞു പോവും. ഒന്നത് പിന്നെ നമുക്ക് ജോലിയും നമുക്ക് ഡിവൈഡ് ചെയ്ത് സുഖമായിട്ട് ഇത് ഉണ്ടാക്കാം. തലേന്ന് ഫ്രൈഡ് റൈസിൻ്റെ ചോറാക്കി വെച്ചു, ഇന്ന് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ എളുപ്പം പണി കഴിയും. ഓൾസോ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ടെക്സ്ചർ വൈസും ഭയങ്കര നല്ലതാണ് തലേന്നെടുക്കുന്ന ചോറ് എടുത്താൽ. ഇത് ഞാൻ 2 ബൗള് ചോറാണ് ഇട്ടിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിൽ വരുന്ന അരിയായിരിക്കണം ആ 2 ബൗള് ചോറ്. അപ്പോൾ അത് നന്നായിട്ട്, ഇപ്പോൾ ചിലത് കട്ടയായിട്ടിരുന്നത് ഞാൻ ഒന്ന് പൊട്ടിച്ച് കൊടുത്തത് ഇന്നലെ ഉണ്ടാക്കി വെച്ചതല്ലേ, പക്ഷേ സൂപ്പറായിട്ട് കിട്ടും. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ടിപ്പാണ്. തലേന്ന് ചോറ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈഡ് റൈസിന് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കാൻ എടുക്കുക എന്നുള്ളത്. ഞാൻ തീ ഒന്ന് കുറച്ചത് സോയാ സോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സോയാ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ടോട്ടലാണ് യൂസ് ചെയ്യുന്നത്. ഞാനതിനകത്ത് ലൈറ്റ് സോയാ സോസ് 2 ടേബിൾ സ്പൂണും ഡാർക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂണും യൂസ് ചെയ്തു. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ തൽക്കാലം ഫിഷ് സോസ് ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാനത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണിക്കാം. കുറച്ച് ചോറ് മാറ്റിയിട്ട് ഞാൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കും. പിന്നെ അതൊരു ഫിഷ് സോസ് ആഡ് ചെയ്താൽ വെജിറ്റേറിയൻ മിക്സ് ആവില്ലേ, അതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട, അതിനകത്തൊരു ഡയറക്റ്റ് 1 ടേബിൾ സ്പൂൺ ഫിഷ് സോസും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊരു പിഞ്ച് ഓഫ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. നല്ല ടേസ്റ്റാണ് അതിന്. ഒരു ചെറിയ പിഞ്ച് മതി കേട്ടോ, ഒരുപാടൊന്നും ഇടരുത്. അതിപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് വേണം, ഞാൻ മറന്നുപോയി എൻ്റെ ഇടയിൽ, തീ കൂട്ടി വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചോറെടുത്ത് ഞാൻ മാറ്റി വെച്ചു വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കി ചോറിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ഒഴിച്ചു, കാരണം എനിക്കൊരു ഇച്ചിരി കുറവ് തോന്നി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ ഫിഷ് സോസും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തു. നിങ്ങൾക്ക് ഫിഷ് സോസ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ട, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. പക്ഷേ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ലതാണ്. അതിലോട്ട് ചിക്കനും മുട്ടയും നേരത്തെ ഉണ്ടാക്കി വെച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ഫുള്ള് കുക്ക് ചെയ്യുന്നത്. നന്നായിട്ടത് ചൂടാവണം, വളരെ നന്നായിട്ടത് ചൂടാവുന്ന വരെ അതൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിങ് ഓണിയൻസും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് ഓഫ് ചെയ്തു. അയ്യോ, ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി. ഇത് എന്തുമായിരുന്നു, നാരങ്ങ പിഴിഞ്ഞൊഴിക്കണമായിരുന്നു ഓഫ് ചെയ്യുന്നതിന് മുമ്പ്. പക്ഷെ ഞാൻ ഓഫ് ചെയ്ത പാടെ തന്നെ ഞാൻ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. നിങ്ങൾ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നാരങ്ങ ഒഴിച്ച് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഗൈസ്, എനിക്കൊരു അബദ്ധം പറ്റി. നമ്മൾ വെജ് ഉണ്ടാക്കണമായിരുന്നു ആദ്യം, അപ്പോൾ എനിക്ക് പാത്രം 2ാമത് കഴുകണ്ടായിരുന്നു. പക്ഷേ എന്തായാലും പറ്റി. അപ്പോൾ പിന്നെയും പാത്രമെല്ലാം കഴുകി ഞാൻ വെജ് ഫ്രൈഡ് റൈസ് ഇട്ടിട്ട് അതിലോട്ട് ടോഫും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തു. ഇതാണ് നമ്മുടെ തായ് ഫ്രൈഡ് റൈസ്. എൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ് ഓണിയൻസൊക്കെ ഇതായിട്ട് ഇട്ടു. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കഴിച്ചു നോക്കി, ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ്. ഇതാണ് വെജ് ഫ്രൈഡ് റൈസ്, നമ്മൾ ടോഫു ഇട്ട് ഉണ്ടാക്കിയത്. ഇതും നന്നായിരുന്നു. ഒരു ഹസ്ബൻഡ് മൊത്തം കഴിച്ചു തീർത്തു. ഞാൻ ജനറലി വീട്ടിലിങ്ങനെ പല റെസിപ്പീസും ട്രൈ ചെയ്യും. അതുപോലെ ഞാൻ ട്രൈ ചെയ്തത് വീഡിയോ ആക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാനപ്പോൾ കൂടുതൽ വീഡിയോസും ഇടാം. താങ്ക് യു, ബൈ.